ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ വെറും ചിക്കൻ ഫ്രൈ അല്ല, തട്ടുകട സ്റ്റൈൽ ചിക്കൻ ഫ്രൈ ആണ് ആക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്ന് അറിയാൻ വേണ്ടി ഈ വീഡിയോ മുഴുവനായി കാണുക. അപ്പോൾ അധികം പറഞ്ഞ് ലാഗാക്കുന്നില്ല, നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ ഈ ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് നമ്മളെ ചിക്കൻ പീസെല്ലാം ഇട്ട് കൊടുക്കാം. അപ്പോൾ മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്ത ചിക്കൻ പീസാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കായിട്ട് ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തൈരാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്ര ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇപ്പം നമുക്ക് ആവശ്യമുള്ളൂ. ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതായത് എല്ലാ ഭാഗത്തും ഇത് അപ്ലൈ ആവണം. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 1 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. അതായത് റെസ്റ്റിന് വെക്കണം. എന്നാൽ മാത്രമേ മസാലയും കാര്യങ്ങളും നല്ല രീതിയിൽ ഈ ചിക്കനിലേക്ക് പിടിക്കൂ. അപ്പോൾ എത്ര സമയം വെക്കുന്നു അതിനനുസരിച്ച് നമ്മളെ ചിക്കൻ്റെ ടേസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് അടുത്തതായിട്ട് വേണ്ട മസാലയും കാര്യങ്ങളെല്ലാം നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ചെറിയ ഉള്ളി നിങ്ങൾക്ക് എത്രയൊന്നും ആവശ്യമില്ല, അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ കരിവേപ്പിലാണ്. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ 1 ടേബിൾ സ്പൂൺ കുരുമുളകും അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകവുമാണ്. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതായത് പേസ്റ്റ് ആക്കി എടുക്കുകയല്ല വേണ്ടത്, നമ്മളിത് കുറച്ച് തരി പോലെയാണ് ആക്കിയെടുക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ അരച്ചെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിലാണ് കാണാൻ സാധിക്കുക. അതായത് നല്ല രീതിയിൽ പേസ്റ്റ് ആയിട്ടുമില്ല, അതേപോലെ തന്നെ തരിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് പൊടിച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ആ ഒരു ചിക്കനിലേക്ക് ഈ ഒരു മസാല കാര്യങ്ങൾ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആഡ് ചെയ്യേണ്ട മസാല പൊടികൾ എന്ന് വെച്ചാൽ ആവശ്യത്തിന് മുളക് പൊടിയാണ്. അതേപോലെ തന്നെ നമ്മളെടുക്കുന്ന ചിക്കൻ്റെ അളവിനനുസരിച്ച് ഗരം മസാലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ലാസ്റ്റായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ചില്ലി ഫ്ലേക്സ് ആണ്. അത് ആവശ്യത്തിന് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം എന്ന് വെച്ചാൽ നിങ്ങളിഷ്ടമാണ്, അതായത് എത്രത്തോളം എരിവ് വേണം അത് കാര്യങ്ങളെല്ലാം നിങ്ങളിഷ്ടമാണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഇതിലേക്ക് മസാലയും കാര്യങ്ങളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്നും കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. അതായത് ഇപ്പോൾ ഇതിലേക്ക് എക്സ്ട്രാ മസാലയെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നല്ല രീതിയിൽ തന്നെ എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ചിക്കൻ പൊരിക്കുന്നതിന് മുന്നേ ആയിട്ട് ഇതിന് വേണ്ട ഉപ്പും കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ഉണ്ടോ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളെ പരിപാടി ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഇതൊന്ന് പൊരിച്ചെടുക്കലാണ്. അപ്പോൾ പൊരിക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ല രീതിയിലൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ നല്ല രീതിയിൽ ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മളെ ചിക്കൻ പീസെല്ലാം ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു ചിക്കൻ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ചിക്കൻ പീസ് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. എന്നാൽ മാത്രമേ എല്ലാ സൈഡും നല്ല രീതിയിൽ മൊരിഞ്ഞു വരൂ. ഓക്കെ, അപ്പോൾ നമ്മളെ ചിക്കൻ പീസ് ഈ ഒരു കളറാകുമ്പോഴേക്കും നമുക്കിത് പുറത്തേക്ക് എടുക്കാം. അധികം കരിക്കാൻ പാടില്ല. അപ്പോൾ ഈ ഒരു സ്റ്റേജ് എത്തുമ്പോഴേക്കും നമുക്കിത് പുറത്തേക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ള ചിക്കൻ പീസും നമുക്ക് പൊരിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ചിക്കൻ പീസെല്ലാം പൊരിച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ആ ഒരു പാത്രത്തിൽ കുറേ മസാലയും കാര്യങ്ങളെല്ലാം ബാക്കിയുണ്ടാവും. അത് ഇതേപോലെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ തട്ടുകട ചിക്കൻ്റെ മെയിൻ സാധനം എന്ന് വെച്ചാൽ ആ ഒരു പൊടിയാണ്. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ആ ഒരു മസാല ഈ ഒരു ഓയിൽ ഇട്ടതിന് ശേഷം കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ ഇതോടെ നമ്മൾ തട്ടുകട ചിക്കൻ ഫ്രൈ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അത് നമുക്കിനി ഒരു വാഴയിലയിലേക്ക് നമുക്കൊന്ന് സെർവ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ അടുത്ത പണി എന്ന് വെച്ചാൽ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കലാണ്. ഇനി ഒരു ചിക്കൻ ഫ്രൈ നമുക്കൊന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ ഈ ഒരു ചിക്കൻ ഫ്രൈൻ്റെ ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതായത് തട്ടുകടയിൽ എങ്ങനെയാണോ ചിക്കൻ ഫ്രൈൻ്റെ ടേസ്റ്റ് അത് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതായത് നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്, അധികം പണിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു റെസിപ്പി ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് ഈ ഒരു വീഡിയോനെ കമൻറ്റായിട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്താ ഡൗട്ടും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായി ചോദിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ എല്ലാ കമൻറ്റിനും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഇനി ഇതേപോലത്തെ വീഡിയോസ് ലഭിക്കാനായിട്ട് ഈ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കെന്നാൽ ഇനി അടുത്ത വീഡിയോ കാണാം.